ബലാത്സംഗ പരാതിയിൽ സിദ്ദിഖിനെതിരെ നിർണായക തെളിവുകൾ. പരാതിയിൽ പറയുന്ന സമയം സിദ്ദിഖും നടിയും ഒരേ ഹോട്ടലിൽ ഉണ്ടായിരുന്നുവെന്ന് രേഖകൾ. തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ നിന്ന് പോലീസ് തെളിവുകൾ ശേഖരിച്ചു. യുവനടിയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്താൻ അന്വേഷണ സംഘം. മുകേഷിന്റെ രാജിയിൽ LDF-ൽ ഭിന്നത. രാജിവെക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ച CPI സംസ്ഥാന നേതൃത്വം. നിലപാട് മുഖ്യമന്ത്രി അറിയിക്കും. മുകേഷ് MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്ന് CPIM. പാർട്ടി മുകേഷിനെ സംരക്ഷിക്കുന്നുവെന്ന് VD സതീശൻ. ലൈംഗിക പീഡന കേസുകളിൽ കുരുങ്ങി പ്രമുഖ താരങ്ങൾ. കൊച്ചിയിലെ നടിയുടെ പരാതിയിൽ മുകേഷ്, ജയസൂര്യ, മണിയൻപിള്ള രാജു, ഇടവേള ബാബു എന്നിവർക്കെതിരെ കേസ്. താരങ്ങൾക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി. രഞ്ജിത മദ്യം കുടിപ്പിച്ച് ക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന യുവാവ് കേരള വിഷൻ ന്യൂസിനോട്. ബംഗളൂരുവിൽ വെച്ച് വന്യമായ ലൈംഗിക പീഡനം നടത്തി. നഗ്ന ദൃശ്യങ്ങൾ രഞ്ജിത പകർത്തിയെന്നും യുവാവ്. ഇടവേള ബാബുവിനെതിരെയും ആക്ഷേപം. ഇടവേള ബാബു തന്റെ നഗ്ന ദൃശ്യങ്ങൾ ആവശ്യപ്പെട്ടു. കാഫിർ സ്ക്രീൻഷോട്ടിൽ ചോദ്യങ്ങളുമായി ഹൈക്കോടതി. സ്ക്രീൻഷോട്ടിന്റെ ഉറവിടം കണ്ടെത്തണം. വ്യാജ പരാതിയിൽ പ്രതിയാക്കിയെന്ന ഹർജിക്കാരന്റെ അപേക്ഷയിൽ എന്തുകൊണ്ട് കേസെടുക്കുന്നില്ല? മൊഴിയിൽ പറയുന്ന ചിലരെ ചോദ്യം ചെയ്തതായി കാണുന്നില്ലെന്നും ചോദ്യം. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ പരാതിയിൽ മാധ്യമപ്രവർത്തകർക്കെതിരെ കേസ്. സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയെന്ന് FIR. സുരേഷ് ഗോപിക്കെതിരായ പരാതിയിൽ അനിൽ അക്കരയുടെ മൊഴിയെടുത്തു. കേന്ദ്രമന്ത്രിക്കെതിരെ മാധ്യമപ്രവർത്തകരും പരാതി നൽകും. വടക്കൻ കേരളത്തിൽ മഴ ശക്തം. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ഒഴികെയുള്ള ജില്ലകളിലും മഴ മുന്നറിയിപ്പ്. ബലാത്സംഗ പരാതിയിൽ സിദ്ദിഖിനെതിരെ നിർണായക തെളിവുകൾ. പരാതിയിൽ പറയുന്ന സമയം